വിലക്ക് വാങ്ങുന്നു ഞാൻ അറിഞ്ഞു. അപ്പൊ ഞാൻ എന്ത് കാട്ടി, ഇതിന്റെ ആധാരൊക്കെ ബാങ്കിൽ പണയം വെച്ച് കാശ് എടുത്തിട്ട് ഞാനത് മേടിച്ച് അതിബുദ്ധി പിന്നെ ഒന്നും മറച്ചാണ്ട് വിറ്റാ കുറച്ച് പൈസ കുടുംബത്തിന് കിട്ടുള്ളൂ. വിചാരിച്ചമാരൊക്കെ നടക്കാൻ. അപ്പൊ അത് കഷ്ടകാലത്തിന് ലാഭമില്ല പറഞ്ഞ് തിയേറ്റർ പൂട്ടി കല്യാണ മണ്ഡപമാക്കി. അപ്പൊ ഈ സ്ഥലം അവർക്ക് വേണ്ടാന്നും പറഞ്ഞു. ഇപ്പൊ ഈ സ്ഥലം ഇപ്പൊ ആരുടെ പേരില? എന്റെ പേരില അതോ ഓളുടെ ആരുടെ പേരില? അത് അവളുടെ പേരിൽ തന്നെ വാങ്ങിയേക്കണം. അല്ലാണ്ട് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതല്ല. ഞാൻ അതിന്ന് 10 പൈസ എടുക്കണില്ല. ഞാൻ ഇത് പണയം വെച്ചിട്ട് ആ സ്ഥലം മേടിച്ചത് ഇവളുടെ പേരില്ല. അതൊന്നുമില്ല. ഇപ്പൊ ആധാരം ഇരിക്കണം. ഇപ്പൊ ആരുടെ പേരിലാണെങ്കിലും ഇപ്പൊ ബാങ്കിലല്ല അതിന്റെ പലിശ ഒക്കെ കൊടുക്കണ്ടേ? പലിശ ഒരു നല്ല വിലക്ക് വിൽക്കാലോ. അതെ, വിൽക്കാ. ഇപ്പൊ ഞാനേ ഒരു കാര്യം ചെയ്യോ, ഒന്നുകൂടെ വന്നേ, ഒന്നുകൂടെ ആയോ കുട്ടേ. ആക്ക നമുക്ക് എന്തെങ്കിലും ഒക്കെ വഴി അല്ലാതെ ബഹളം ഉണ്ടാക്കിട്ട് അല്ല, നാട്ടുകാരൊക്കെ അറിയല്ലേ. അതാണ്. അതേ, എന്നെ കൃത്യമായിട്ട് അറിയണോണ്ട് ഞാൻ ചോദിക്കാണ്. ഈ സത്യം പറയണോ? കിട്ടിയ വിലക്കായാലും കോയക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാം. എന്നിട്ട് കോയക്കല്ലടോ, എനിക്ക് വേണ്ടിട്ടല്ല ഇപ്പൊ ഈ പറഞ്ഞേ. പിന്നെ ഞാൻ എന്നോട് ചോദിക്കാണ്, ഇജ്ജ് പല ജാതി കച്ചവടം ചെയ്യുമ്പോഴൊക്കെ ആൾക്കാരെ ഈ മുടക്കിയിട്ടൊക്കെ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയാണ്. അപ്പൊ അതേമാതിരിക്ക് അന്റെ ഈ കച്ചവടം ആരെങ്കിലും എന്നെ മുടക്കാൻ വന്നിട്ടുണ്ടോ ഇല്ലേന്ന് ഈ ഒന്ന് അന്വേഷിച്ചോ? ആരൊക്കെ മുടക്കുന്നുണ്ട് ഉറപ്പാ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ഈ ഇപ്പൊ തൽക്കാലം ഈ എന്റെ ഒറ്റക്കുള്ള കച്ചവടമൊക്കെ മതിയാക്കിട്ട് ഈ ബ്രോക്കർമാരനെ വെറുപ്പിക്കണ്ട. അറിയാലോ എനിക്ക്. അവരൊക്കെ കൂട്ട് പിടിച്ചിട്ട് എല്ലാവരോടും കൂടി ഒക്കെ ഒന്ന് സംസാരിച്ച് ഒരുമിച്ചൊരു കച്ചവടം നടക്കും നോക്കുന്ന. പിന്നെ ആ ബാങ്കിൽ ആധാരങ്ങൾ എടുക്കാലോ. അല്ല, ഇപ്പൊ അത് മാത്രം മതി. അങ്ങനെ ഇനിയിപ്പൊ വേറെ കാര്യം പറഞ്ഞാരാ, ഇനിയിപ്പൊ എനിക്ക് കച്ചവടം ഇനിയിപ്പൊ അങ്ങനെ നടന്നില്ല എന്ന് വിചാരിക്ക്. ഒരു വഴിയുണ്ട്. എന്താ? ഈ ഓൺലൈൻ വഴി ഈ VLX എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിൽ എന്റെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വീടിന്റെ ഈ സംഭവ സ്ഥലത്തിന്റെ ഒക്കെ ഒന്ന് അങ്ങോട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാല് പറഞ്ഞ നേരം കൊണ്ട് ആളാ വരും. ഒന്ന് പോയിക്കാ കോയ കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഇവരിങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് നേരിട്ട് ചെന്ന് കച്ചവടം ചെയ്ത് ഫോൺ വഴി കച്ചവടം നടക്കണമെന്നല്ലേ ഉള്ളൂ. അല്ല, അതല്ലാതെ എന്ത് ഈ ഒരു സാധനം ഇറങ്ങിയതിന്റെ ശേഷം എന്നെ പോലുള്ളവർ എത്ര റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരും കഞ്ഞൂടി മുട്ടി നടക്കേണ്ടതല്ലേ? നിങ്ങളുടെ കഞ്ഞൂടി മുട്ടനല്ല പറഞ്ഞപ്പോ കച്ചവടം നടക്കണെങ്കിൽ പതുക്കാണ് വഴി. അതാ ഞാൻ ഈ പറയണത്. അതൊക്കെ വെറുതെ പറയാം. അത് വേറെ വഴിക്ക് അതിന്റെ ലാഭം അതിന്റെ നഷ്ടം അതിന് വേറെ ഉണ്ടാവും. അതൊക്കെ കണക്കന്നെ. പിന്നെ എന്റെ വഴി എന്താ വെച്ചാ നോക്ക്. എന്തായാലും ഈ വക്കാണൊക്കെ നിർത്തിയിട്ട് വീട്ടിലേക്ക് കയറ് കുട്ടിയെ. ഇതൊക്കെ ആൾക്കാർ കേൾപ്പിക്കണ്ട. എന്തേലും മാർഗം ഉണ്ടാവും. പഠിച്ചോ എന്തേലും വഴി കണ്ടുണ്ടാവും. ഞാൻ ഇല്ല, ഞാൻ ഈ ബേളം കേട്ടിട്ട് ഇങ്ങോട്ട് വന്നാണ്. അതൊക്കെ വീട്ടിലെ സ്ഥിരം നടക്കണ കുഴപ്പമില്ല. ഞാനിങ്ങനെ കൊറേ ഇങ്ങനെ വിചാരിക്കണം. അപ്പൊ എന്താ ശരി എന്നാ ശരി. അപ്പത്തേക്ക് ആയിട്ടുണ്ട്. നല്ല ഞാനേ മന്മഥന്റെ വീട് വരെ ഒന്ന് വന്നാണ്. അതിനെത്ര സീറ പറയണ? 8 കോടിയാ? അത്രയൊന്നും ഇപ്പൊ എടുത്ത് പിടിക്കേണ്ട ഒരു കാര്യമില്ല. കഴിഞ്ഞ കൊല്ലം അവന് 3 or 4 കൊല്ലം കിട്ടിയുള്ളൂ. ഇപ്പൊ പഴയ പോലെ മാർക്കറ്റില്ലാന്നേ. അതിന് കൊടുക്കേണ്ടി വരും. അതൊരു 10-12 CR കൊടുക്കേണ്ടി വരും. അത് പിടിക്കട്ടെ. അവര് കാര്യങ്ങൾ വൃത്തിയായിട്ടോട്ടെ. ഞാൻ വിളിക്കാട്ടാ. കോടികളുടെ കച്ചവടമല്ലേ സെറ്റാ CR എന്നൊക്കെ പറയുന്നത്? കച്ചവടമൊന്നുമല്ല. ഇത് IPL മറ്റേ കളിക്കാരെ വിലേലം വിളിച്ചെടുക്കുന്ന കാര്യം പറയണേന്ന്. 18 കോടിക്കാണ് സഞ്ജു സാംസനെ രാജസ്ഥാൻ റോയൽസ് വിളിച്ചത്. ഞാൻ വിചാരിച്ച എന്തോ നല്ല കോളത്തുനിന്ന് കച്ചവടം ഒരെണ്ണം ചെയ്തിട്ട് കാലം എത്രയായി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിനിപ്പോ ഈ പ്ലംബിങ്ങിന്റെ പണിയോട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇത് വിറ്റ് കൊടുക്കണേ. നമ്മള് ഇടപെട്ട് വാങ്ങിച്ചിട്ട് കൊടുത്തു പോയി. അതെ, സുധേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, വിശ്വസിക്കാൻ കൊള്ളൂല്ലേ? ഇല്ല ഇപ്പൊ പൊട്ടി തകർന്ന് നിൽക്കല്ലേ. നേരത്തെ ചെയ്തതിന്റെ അതല്ല, അതൊക്കെ അങ്ങനെയല്ലടാ വരൂ. പണ്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? അല്ല മന്മേട്ട, എന്തോരം കച്ചവടം നടത്തിയാണ് നമ്മളല്ലേ. ഇപ്പൊ ഒരു മനുഷ്യന് വേണ്ട. എല്ലാം ഓൺലൈൻ അല്ലേ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളീ പറഞ്ഞില്ലേ, നമ്മളൊക്കെ കയറ്റി വെച്ചുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ പഴയ പോലെ ഫണ്ട് ഇറങ്ങണില്ല. ഒന്നാമത്തെ എന്തെങ്കിലും മേടിക്കാൻ വരുമ്പോ തന്നെ സോഴ്സ് കാണിക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി ഡോക്യുമെന്റേഷൻ ചാർജ് 10% വരെയല്ലേ പൈസ. കഴിഞ്ഞ ദിവസം സുശീലൻ 10 സെന്റ് സ്ഥലം മേടിച്ച് 1 സെന്റിന് 10 ലക്ഷം രൂപ വെച്ച് മേടിച്ചിട്ട് 10 ലക്ഷം രൂപയായി രജിസ്ട്രേഷൻ ഫീസ്. അതുകൊണ്ടല്ലേ കച്ചവടം ആൾക്കാർക്ക് പേടിയാണ്. അല്ല, ഇനി ഈ പണിയും പറഞ്ഞ് നടക്കാൻ പറ്റില്ല. ഞാൻ വേറെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിനെ ഒന്ന് എങ്ങനെയെങ്കിലും വിറ്റ്
പിന്നെ ഈ സുഗതന്റെ ഇപ്പൊ പറഞ്ഞ കൊട്ടേഷൻ ഉണ്ടല്ലോ അതും കൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ പതുക്കെ എവിടെ പുറത്തേക്കാ? ദുബായ്. അവിടെ എന്താ പരിപാടി? ചെറിയ ഇതുമാതിരത്തെ വേറെ പരിപാടിയാണ് അവിടെ. ഈ ബിൽഡിങ്ങുകൾ അറബികളുടെ ഫ്ലാറ്റുകൾ എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു അളിയുണ്ട് ഷാജൻ, അവൻ അവിടെ കിസൈസിലുണ്ട് ദുബായ്. അപ്പൊ നേരെ അവൻ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാൻ. അവിടെ പോയാൽ പതുക്കെ ആ പരിപാടി അങ്ങോട്ട് പിടിച്ചാലോ. എന്നെ കൂടി ഒന്ന് ചാടിക്കണം. പിന്നെ അല്ല, നിന്നെ കൊണ്ടുപോകാതെ പിന്നെ ആരെ കൊണ്ടുപോകും? ഒരുപാട് മരുഭൂമി കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് വിറ്റ് തീർക്കണം. അതിലൊന്നും മറ്റേ ഇത് കാണൂല, പ്രമാണം കാണൂല. അറബിയിലല്ലേ, മനസ്സിലാവൂലല്ല. ഇല്ലടാ, അതൊക്കെ വെറും മണലാണ്. അവിടെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല നമുക്ക്, അതല്ലേ. വന്നേള്ളൂ, വരും നോക്കിട്ട്. എന്തൊക്കെയാണ് അത് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതെല്ലാം നമുക്ക് സെറ്റാക്കാം. പിന്നെ പറഞ്ഞ മാതിരി കച്ചവടമൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. പഴയ തരികിട പരിപാടിയൊന്നും നമ്മളിത് കാണിക്കും. പണ്ട് കുറെ ഉപദ്രവിച്ചിട്ടുള്ളതാണ്. അതാരേ നമ്മുടെ ആ ലാസർ മുതലാളിയുടെ തെങ്ങും പേരാടാ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാർട്ടിയെ കൊണ്ടുവന്ന് എല്ലാം സംസാരിച്ച് ടോക്കൺ അടുത്ത ദിവസം കൊടുക്കാൻ വേണ്ടെന്ന് ഇങ്ങേര് പോയി പറഞ്ഞ് അതെല്ലാം ഇങ്ങനെ മണ്ടരിയാണ്. അവരെ ഇട്ടിട്ട് പോയി. അപ്പൊ എന്നോട് ചെയ്തതാ, ഞാൻ ആ മറ്റത്തിപ്പറമ്പില ഒരു വലിയ പാർട്ടി മലബാറിൽ നിന്നുണ്ടെന്ന് കച്ചവടം ഉറപ്പിച്ചാണ്. കച്ചവടം അടുക്കപ്പിടിക്കായപ്പോ ഇയാൾ അവിടെ സർപ്പക്കാവുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഉടക്കി വിട്ടാലേ ഓർമ്മയുണ്ട. അത് നിങ്ങൾ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീട് ജപ്തി ആയില്ലേ സോദേട്ടാ? എന്റെ മന്മത, അതൊക്കെ പണ്ടത്തെ കാര്യല്ലേ. താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് താൻ അനുഭവിച്ചിടും, അതാണ് അവസ്ഥ. ഞാനിപ്പോ എന്താ പറയാ, ഞാൻ ആ കഴിഞ്ഞു പോയ കാര്യം പറഞ്ഞില്ല. അന്നൊരു 10 കൊല്ലം മുമ്പേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഓൺലൈനൊക്കെ വന്നോടുകൂടി നമ്മളൊക്കെ ഈച്ചായിട്ടിരിക്കുക. എന്തോരം കച്ചവടം നടന്ന മൊയ്തുവാണ് ഇപ്പൊ മീൻ വിൽക്കണില്ലേ. എന്തൊരു അഹന്തയായിരുന്നു അവന്. ഞാൻ ആ പഴയ പോലെ വൈരാഗ്യമൊന്നും ഇല്ലാണ്ട് ഒത്ത് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ആ സ്ഥലത്തിന് ഒരാളാക്കിട്ട് അതൊന്ന് കച്ചവടാക്കി തരണം, അത്ര ആവശ്യമുള്ളൂ. അതെ, അതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ പറഞ്ഞത്. പിന്നെ സോദാ, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ വിറ്റുതരും. വിറ്റുതരും എന്ന് പറഞ്ഞാൽ മാന്യമായ ഒരു വിലക്ക് വിറ്റുതരും. 4 ലക്ഷം റുപ്യ സെന്റിന് കിട്ടും. 4 ലക്ഷം രൂപ സെന്റിന് കിട്ടും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ 3.5 കിട്ടുള്ളൂ. 50,000 രൂപ വെച്ച് ഞങ്ങൾ സെന്റിന് അങ്ങ് എടുക്കും. സമ്മതമാണ്. കച്ചവടം വർത്താനൊന്നുമില്ല. 3,000 രൂപ കയ്യിൽ തരും. കരാറും കിരാറൊന്നുമില്ല. 1, 2, 3 ഡീലാണ്. 50 കമ്മീഷൻ. അപ്പൊ കമ്മീഷനിൽ തന്നെ ഉൾപ്പെടും. അത് നടക്കൂല. കാരണം ഇപ്പൊ സുഗതൻ മുതലാളി, ഞങ്ങൾ ബ്രോക്കറാണ്. അതുകൊണ്ട് സുഗതൻ ഉറപ്പ് പറഞ്ഞാൽ നാളെ ആളെ കൊണ്ടുവരും. ഈ മാസം തന്നെ പരിപാടി വേണോ വേണ്ട തീരുമാനിച്ചു. ആ തിയേറ്റർ പൂട്ടിയിട്ട് അത് കല്യാണ മണ്ഡപമാക്കൊണ്ടാ, അല്ലെങ്കിൽ ഇപ്പൊ അവരെടുത്തേനെ. നമ്മുടെ കഷ്ടകാലം അവരെടുക്കൂല. അവരേതോ സ്വാമിനെ കൊണ്ട് നോക്കിച്ചപ്പോ ലക്ഷണം കേട്ട പടമ്പാണ് അത്. കൊടുത്തവന്റെ ഒക്കെ പെര പോകുന്നാണ് പറഞ്ഞത്. അല്ല, അത് മുടക്കിയത് ആരൊക്കെ മുടക്കിയതാണ്. ഇനിയിപ്പോ ആരും മുടക്കാണ്ടാവില്ലല്ലോ. നമ്മൾ നിങ്ങളല്ലേ കച്ചവടം ചെയ്യുന്നത്. നമ്മള് പറഞ്ഞതാണ്. ഇത് നല്ല ഡീസന്റ് പാർട്ടിയാണ്. എപ്പോ ഒരു ആള് അത് നാളെ തന്നെ പാർട്ടിനെ പറയണ്ട. അല്ലല്ല, നാളെ തന്നെ സെറ്റാക്കി തരാം. നാളെ തന്നെ വേണം. ഈ മാസത്തിന്റെ ഉള്ളിൽ നടന്നേ നമ്മള് ചെയ്യാന്നേ. പിന്നെ അയക്കിടന്ന് വർത്താനൊന്നുമില്ല. നാളെ ഈ കയ്യിലോട്ട് ടോക്കൺ മേടിച്ചിട്ട് തരും. ഓക്കെ അല്ലേ? അതല്ലേ സ്ഥലം. വണ്ടി അങ്ങോട്ട് ഇട്ടോ. വണ്ടി പരിപാടിക്കുള്ള സ്ഥലം നമുക്ക് കടിച്ചു കൊടുക്കാൻ തേങ്ങ എങ്ങനെ പോലും 10-500 തേങ്ങ ഇത്രയും തെങ്ങിന്ന് കിട്ടും. നമുക്ക് ഇവിടെ ചെയ്ത ഉടനെ തന്നെ നമുക്കൊന്ന് ടൈൽ തറയോട് ഇടണം. സുധേട്ടൻ ഈ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ സെബാസ്റ്റ്യൻ സാറിന്റെ മോറാണ് എനിക്ക് ഓർമ്മ വന്നത്. വേറെ ആ നൗഷാദ് സാർ ഇത് വന്ന് നോക്കിയതാണ്. പക്ഷെ അത് ഞങ്ങളൊന്ന് തള്ളി മാറ്റിയേ. പക്ഷെ വേറെ കാര്യമുണ്ട്, സാറിന്റെ കയ്യിൽ കിട്ടിയത് ഈ സ്ഥലം നോക്കിയോ, ഇത് അവര് ദുബായ് മാറി ഒരു 5 നില ഫ്ലാറ്റ് സാറിനാണ് ഇത് വിധിച്ചേക്കണത് കേട്ടോ. ഒന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ നമ്മള് സംസാരിച്ചു. സാറേ, ഇതിലൊരു 5 നില ഫ്ലാറ്റ് അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിന് 5ാമത്തെ നിലയിൽ ഒരു ഫ്ലാറ്റ് സാറ് മാറ്റിയിടണം. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാല് കായല്, കടല് ഒക്കെ കാണാൻ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഇടങ്ങേറി വന്നാൽ ചാടുകയും ചെയ്യാമല്ലോ. താഴെ ഒരു സ്വിമ്മിംഗ് പൂൾ കിട്ടിയാൽ അപ്പൊ അവിടെ നിന്ന് ചാടാം. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, നികത്ത് സ്ഥലം വല്ലതാണോ? പുതിയ ഹൈവേ തന്നെ ഉണ്ടല്ലോ, കുണ്ടന്നൂര് അങ്കമാലി. അതെ, ഇങ്ങോട്ടോ. ഇതെന്റെ ഹസ്ബൻഡാണ് കേട്ടാ. അല്ല, സ്ഥലം അല്ല, അയ്യോ അത് പറ്റില്ല. ഇനിയിപ്പോ അത് കച്ചവടം സാറ് മേടിക്കാന്ന് തീരുമാനിച്ചല്ലോ. സുഖിതേട്ട എന്ത് പറയണേ? ഒരു വാക്ക് പറഞ്ഞ
ഇതെന്ത് മര്യാദയാണ് സൂതേട്ടാ? സൂതേട്ടൻ പറഞ്ഞിട്ടല്ലേ സഭാഷി സാർ നമ്മളിത് കൊണ്ടുവന്നത്. ഒരു മിനിറ്റ്. അതെ, ഇത്ര ദിവസം അല്ലാണ്ട് ഞാൻ രണ്ട് കൂട്ടുകാരന്മാരോട് പറഞ്ഞിട്ടാണ് ഈ കച്ചവടം ചെയ്യുന്നത്. അത് ഈ സാറിന് തന്നെ കൊടുത്താൽ മതി. എവിടെ ദൂരത്തുനിന്ന് വന്നേക്കാന്ന് ശരി ഇങ്ങോട്ട് വന്നേന്ന്. സംസാരിച്ച ഇത്ര ദിവസം നിങ്ങൾ നോക്കിട്ട് നടന്നില്ലല്ലോ. ഇപ്പൊ നടന്നില്ലേ? ഇപ്പൊ നടന്നു. ഇവൻ ഇതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് VLX-ൽ ഇട്ടു, ആളെ കിട്ടി, ഞങ്ങൾ കച്ചവടം ഉറപ്പിച്ചു. അതെങ്ങനെ എന്നോട് ചോദിക്കേണ്ട കച്ചവടം ഉറപ്പിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞ വാക്കെന്തായി? അതന്നെ ഇപ്പൊ നടന്നില്ലടാ. ഇപ്പൊ നടന്നില്ലേന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാതി നോക്കട്ടെ. സംസാരം റെഡി ആയിക്കോ, കുഴപ്പമില്ല. അതെ, നീട് വന്നേ. ഇല്ല ഒന്നുമില്ല. നിങ്ങളിത് സെന്റിന് എത്രയായിട്ട് കച്ചവടം? 4. അതെ, ഒന്നും പറയാനില്ല. ഐശ്വര്യമായിട്ടാ ടോക്കൺ അങ്ങോട്ട് വാങ്ങി. നടക്കില്ല. നടക്കില്ലേ? അല്ല, അത് ഭാര്യയുടെ പേരിലുള്ള സ്ഥലമാണല്ലോ, അവളത് കച്ചവടം ചെയ്തു. നിങ്ങളിത് സെന്റിന് എത്രയായിട്ട് എന്റെ എടുക്കാറുണ്ട്? അത് പറഞ്ഞല്ലോ, 3.5 പറഞ്ഞല്ലോ. പിന്നെ എന്താണ് സൂതേട്ടാ? എന്റെ ഭാര്യ മോനും ഓൺലൈനായിട്ടേ സെന്റിന് 4 ലക്ഷത്തിനാ കച്ചവടം ചെയ്യും. നായ പൈസ കമ്മീഷൻ കൊടുക്കണ്ട. ഭാര്യ, നമ്മള് നമ്മുടെ ഒരു മുതൽ കച്ചവടം ചെയ്യണ എന്തിനു വേണ്ടിട്ടാ? ലാഭം കിട്ടാൻ വേണ്ടിട്ടാണ്. എന്തിനു വേണ്ടിട്ട്? ലാഭത്തിന് ആണല്ലോ. അപ്പോ ഇതല്ലേ ലാഭം? മായം